ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇന്നലെ നമ്മൾ കോടതി ചോദിച്ച ചില ചോദ്യങ്ങൾ കണ്ടിരുന്നു. ഇന്നിപ്പോൾ അത് കോടതി ഇടക്കാല ഉത്തരവ് എന്ന തരത്തിലേക്ക് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അതായത് കേന്ദ്ര വഖഫ് കൗൺസിലിലേക്കും സ്റ്റേറ്റ് വഖഫ് ബോർഡിലേക്കും നിയമനം പാടില്ല തൽക്കാലത്തേക്ക്. കൂടാതെ വഖഫ് ബൈ യൂസർ എന്നുള്ളത് ഡീനോട്ടിഫൈ ചെയ്യാൻ പാടില്ല. അതായത് തൽസ്ഥിതി തുടരണം എന്നുള്ളത്. അത് നമ്മൾ ഇന്നലെ കോടതി ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ കോടതിയുടെ ദിശ എങ്ങോട്ടേക്കാണ് എന്നുള്ളതിലൊരു ചെറിയ സൂചനയായി തന്നെ കണ്ടിരുന്നതാണ്. എങ്ങനെയാണ് കോടതിയുടെ ഇടപെടലിനെ താങ്കൾ കാണുന്നത്? അതെ, ഇന്ന് സുപ്രീം കോടതി അത് ഓർഡറിന്റെ ഭാഗമായിട്ട് അത് വിധിയിൽ എഴുതി ഇന്ന് ഡിക്റ്റേറ്റ് ചെയ്യുകയായിരുന്നു ഓപ്പൺ കോടതിയിൽ. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് വഖഫിന്റെ തൽസ്ഥിതി രജിസ്റ്റേർഡ് ഡീഡാണെങ്കിൽ പ്രശ്നമില്ല. ഉപയോഗത്തിലിരിക്കുന്ന വഖഫ് യൂസർ ആണെങ്കിൽ പോലും ഈ തൽസ്ഥിതി തുടരണം, അതിൽ പെട്ടെന്ന് മാറ്റം വരുത്താൻ പാടില്ല, ഡീനോട്ടിഫൈ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ഡയറക്ഷൻ. രണ്ടാമത്തേത് വഖഫ് കൗൺസിലിലേക്കോ സ്റ്റേറ്റ് വഖഫ് ബോർഡുകളിലേക്കോ ഉള്ള അപ്പോയിന്റ്മെന്റ് പാടില്ല എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് കോടതി ഉത്തരവായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കോടതി കേസ് പരിശോധിക്കുന്നത് വരെ തൽസ്ഥിതി തുടരുക, ദീർഘകാലമായിട്ട് വഖഫായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അതിന്റെ സ്ഥിതി മാറിപ്പോകാതിരിക്കുക എന്നുള്ളതാണ് കോടതി ഇപ്പൊ എൻഷുർ ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു നിയമം സ്റ്റേ ചെയ്യാറില്ല, പക്ഷെ ആ നിയമത്തിന്റെ എഫക്റ്റ് തടഞ്ഞിരിക്കുകയാണ്.